പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ 15ാം മത്സരമാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. എതിരാളികൾ പഞ്ചാബാണ്. ആദ്യപാദ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരം നമുക്കറിയാം, 1-2 ഗോളുകൾക്കാണ് പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു പകവീട്ടാനുള്ള മത്സരം കൂടിയായിരിക്കും നാളത്തെ മത്സരം. എന്തായാലും നാളത്തെ മത്സരത്തിൽ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പകവീട്ടാനുമുള്ള ഒരു സുവർണ അവസരം തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കൈവന്ന് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ പഞ്ചാബ് ഇറങ്ങുമ്പോൾ അവരുടെ 5 വിദേശ താരങ്ങൾ നാളത്തെ മത്സരത്തിൽ കളിക്കില്ല. ലൂക്ക മാഡ്സൺ അടക്കമുള്ള 5 വിദേശ താരങ്ങളാണ് നാളത്തെ മത്സരത്തിൽ കളിക്കാത്തതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യെല്ലോ കാർഡ് സസ്പെൻഷനും അതുപോലെ തന്നെ റെഡ് കാർഡ് സസ്പെൻഷനും ഒക്കെ കാരണമാണ് ഈ താരങ്ങൾ നാളത്തെ മത്സരത്തിൽ കളിക്കാത്തതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒറ്റ വിദേശ താരത്തെ വെച്ച് മാത്രമായിരിക്കും അവർ നാളത്തെ മത്സരം കളിക്കുക. എന്നാലും ഈ അവസരം ബ്ലാസ്റ്റേഴ്സിന് മുതലെടുക്കാൻ സാധിക്കണം എങ്കിൽ മികച്ചൊരു ഗോൾ മാർജിനിൽ തന്നെ നാളെ പഞ്ചാബിനെ വീഴ്ത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. കൂടാതെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അത് കഴിയട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എന്തായാലും നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കിടക്കാം. എന്തായാലും ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ സുരേഷിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്ക് സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സെൻറ്റർ ബാക്കുകളായി കളിച്ചത് മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലുമായിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് പ്രീതം കോട്ടാലിന് പകരം ഹോർമി പാംറൈവ അവിടെ മടങ്ങിയെത്തിയേക്കും. കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ കാരണമാണ് ഹോർമി കളിക്കാതിരുന്നത്. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹോർമി പാമിനെ ആദ്യ 11-ൽ തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഹോർമി പാമിനൊപ്പം നമുക്കവിടെ മിലോസിനെയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ സന്ദീപ് സിംഗും, ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് നവോച്ചയുമാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക ഡാനിഷും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും കളിക്കുമെന്ന നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക മുഹമ്മദ് ഐമനും അതുപോലെ തന്നെ നോവ സദോയുമായിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് ഐമൻ നാളത്തെ മത്സരത്തിൽ കളിക്കുമെന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ TG പുരുഷോത്തമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഐമനെ നമ്മളവിടെ ആദ്യ 11-ൽ പ്രതീക്ഷിക്കുകയാണ്. മുഹമ്മദ് ഐമൻ അഥവാ ആദ്യ 11-ൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ നമുക്കവിടെ കോറു സിംഗിനെ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഐമന് തന്നെയാണ് നമ്മളവിടെ കൂടുതൽ സാധ്യതകൾ നൽകുന്നത്. അതുപോലെ തന്നെ മുന്നിട്ട് നിലയിൽ നമുക്ക് ക്വാമി പെപ്പറെ തന്നെ പ്രതീക്ഷിക്കാം. ജീസസ് ജിമനസ് പരിക്കുമാറി തിരിച്ചെത്തിയിട്ടില്ല. ഇനിയും അദ്ദേഹത്തിന് 2 മത്സരത്തിലെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ജീസസിന് പകരം നമ്മളോട് പെപ്പറയാണ് ഗോൾ അടിച്ച് കൂട്ടാനായി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ നാളത്തെ മത്സരത്തിലെ സ്കോർ എന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.